എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേറ്റ യൂസ് ചെയ്ത് എങ്ങനെ കറണ്ട് URL വാല്യൂയും ടൈറ്റിൽ വാല്യൂയും ഗെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻട്രഡക്ഷൻ നോക്കാം. കറണ്ട് URL വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കോഡ് ഇതാണ്. driver.url എന്ന കോഡ് യൂസ് ചെയ്താൽ മതി. ടൈറ്റിൽ വാല്യൂ ആണ് ഗെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ driver.title എന്ന കോഡ് യൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു നോട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. In case of failures, Karate will capture screenshot automatically and will get attached to HTML report. No additional code is required. Failure വരുന്ന കേസിൽ Karate സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുകയും ഡീഫോൾട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്ന HTML റിപ്പോർട്ടിലേക്ക് അത് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അഡീഷണൽ കോഡ് ഇതിനുവേണ്ടി നമുക്ക് എഴുതുന്നതായിട്ട് വരുന്നില്ല. ഈ ഡെമോയ്ക്ക് ശേഷം കോഡ് ഈ പർട്ടിക്കുലർ ഗിറ്റ് റിപ്പോസിറ്ററിയിലേക്ക് ഞാൻ പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ക്ലോൺ ചെയ്തെടുക്കുകയോ പുൾ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫേവറേറ്റ് എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ആവാൻ സോഴ്സ് ഓടുന്നത് com.test എന്നൊരു പാക്കേജ് ഉണ്ട്. ഇതിൽ ഞാൻ ഗെറ്റ് കറണ്ട് URL ആൻഡ് ടൈറ്റിൽ .feature എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്. ഇതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലാണ് ബ്രൗസർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നേറ്റീവായിട്ടുള്ള ക്രോം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡും അതുപോലെ URL ഓപ്പൺ ചെയ്യാനുള്ള കോഡും 3 സെക്കൻഡ് വെയിറ്റിന് വേണ്ടിയുള്ള കോഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സെനേരിയോ. ഇവിടെ driver.url എന്ന കോഡ് യൂസ് ചെയ്ത് കിട്ടുന്ന കറണ്ട് URL വാല്യൂ ഒരു വേരിയബിളിലേക്ക് കറണ്ട് URL എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ആ വേരിയബിൾ വരുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാച്ച് കീവേഡ് യൂസ് ചെയ്ത് അസേർഷൻ ചെയ്യുന്നു. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. കരേറ്റയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കരേറ്റ തന്നെ ബ്രൗസർ ക്ലോസ് ചെയ്തോളും. ഞാൻ HTML റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ 10th ലൈൻ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കറണ്ട് URL വാല്യൂ. നമ്മൾ ഓപ്പൺ ചെയ്ത URLൻ്റെ വാല്യൂ ആണ് കറണ്ട് URL എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ അസേഷൻ കറക്റ്റായിട്ട് പാസ്സായിട്ടുണ്ട്. ഇനി നമ്മൾ ടൈറ്റിൽ എങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്നുള്ളതാണ് നോക്കുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ടാബിനകത്ത് വന്നിരിക്കുന്ന സ്വാഗ് ലാബ്സ് എന്നുള്ള ആ കണ്ടൻ്റാണ്. ടൈറ്റിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സിലേക്ക് പോവുക, ലൈൻ ട്രാപ്പ് എനേബിൾ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് Ctrl+F യൂസ് ചെയ്ത് ടൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈറ്റിൽ എന്ന ടാഗിൻ്റെ ഇടയ്ക്ക് സ്വാഗ് ലാബ്സ് എന്നുള്ള കണ്ടൻറ്റ്. അപ്പോൾ അതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ ടൈറ്റിലാണ് ടാബിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ആ വാല്യൂ ആണ് നമ്മൾ കരേറ്റ യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയലിൽ തന്നെ ഒരു സെക്കൻഡ് സെനേരിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അൺകമൻറ്റ് ചെയ്യുവാണ്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു പെറ്റി ഫോർമാറ്റ് ചെയ്യുന്നു. അലൈൻമെൻ്റ് എല്ലാം കറക്റ്റാക്കി. അതിനുശേഷം മുമ്പേ റൺ ചെയ്ത സെനേരിയോ ഞാൻ കമൻറ്റ് ചെയ്യുന്നു. ഇവിടെ ടൈറ്റിലിൻ്റെ വാല്യൂ പിക്ക് ചെയ്തെടുക്കുകയും അതിനുശേഷം മാച്ച് കീവേഡ് യൂസ് ചെയ്ത് സിംഗിൾ ലൈനിൽ അസേർഷനും ടൈറ്റിലിൻ്റെ വാല്യൂവും പിക്ക് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. മുമ്പത്തെ സെനയുടെ കേസിലും അങ്ങനെ ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയും ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ഡെഫ് കീവേഡ് യൂസ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത ശേഷം നെക്സ്റ്റ് ലൈൻ അസേർഷൻ ചെയ്യാം. അല്ലെങ്കിൽ സിംഗിൾ ലൈനിൽ ടൈറ്റിൽ അല്ലെങ്കിൽ കറണ്ട് URL വാല്യൂ പിക്ക് ചെയ്തെടുത്ത ശേഷം അത് അസേർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഈ സെനയുടെ കേസിൽ ഞാൻ ടൈറ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയസ് 1 പാസ്റ്റ് 1. നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. അസേർഷൻ എല്ലാം പാസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ഈ രണ്ട് സെനേരിയോയും കൂടെ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കമൻറ്റ് ചെയ്ത സെനേരിയോ ഞാൻ അൺകമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റൻഷനലി ഞാൻ
സെക്കൻഡ് സെനയുടെ കേസിൽ ഫെയിലിയർ വരാൻ വേണ്ടി സ്വാഗ് ലാബ്സ് എന്നുള്ള വാല്യൂ മാറ്റി സ്വാഗ് ലാബ്സ് 1 എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫീച്ചർ ഫയൽ റൺ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ കോഡ് ഓരോ സിനാരിക്ക് മുമ്പായിട്ട് എക്സിക്യൂട്ട് ആവും. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. രണ്ട് സിനാരി എക്സിക്യൂട്ട് ആയി. നിങ്ങൾക്ക് കാണാം ഇവിടെ സെനേരിയസ് 2 പാസ്റ്റ് 1 ഫെയിൽഡ് 1. ഇവിടെ ഫെയിൽഡ് ഫീച്ചേഴ്സിൻ്റെ അകത്ത് കൺസോളിൽ തന്നെ അതിൻ്റെ റീസൺ വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് സ്വാഗ് ലാബ്സ് 1 എന്നൊരു ടൈറ്റിലാണ്, പക്ഷേ വന്നത് സ്വാഗ് ലാബ്സ് എന്നുള്ള വാല്യൂ ആണ്. ഇത് ഞാൻ ഇൻറ്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചതാണ്. ഇനി നമുക്ക് റിപ്പോർട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം സെക്കൻഡ് സെനേരിയ ആണ് ഫെയിൽഡ് ആയിരിക്കുന്നത്. അതിൻ്റെ റീസൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം ഓട്ടോമാറ്റിക്കലി കരേറ്റെ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്ത് അത് HTML റിപ്പോർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇൻ കേസ് ഓഫ് ഫെയിലിയേഴ്സ് കരേറ്റെ സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുകയും HTML റിപ്പോർട്ടിലേക്ക് അത് ആഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റെ യൂസ് ചെയ്ത് കറണ്ട് URLും ടൈറ്റിൽ വാല്യൂവും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.